പ്രശാന്ത് സാർ, നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു കേസ് ഇന്നിപ്പോൾ എല്ലാം പൊളിഞ്ഞുപോയി. അദ്ദേഹം നിരപരാധിയാണെന്ന് കർണാടക ഹൈക്കോടതി അതിൻ്റെ വിധി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം അത് കെട്ടിച്ചമച്ചതാണ്, അതിനകത്ത് സത്യമില്ല. അപൂർവം കേസുകളിലെങ്കിലും ഇങ്ങനെ സത്യം വിജയിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ അങ്ങനെ പറയാനേ പറ്റൂ. അപ്പോൾ ഈ കേസിൽ എന്താണ് കർണാടക ഹൈക്കോടതി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ നിരപരാധി എന്ന് പറഞ്ഞ് വിടാനുള്ള കാരണം? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രശാന്ത്, ഇത് രഞ്ജിത്ത് ഒരു സംവിധായകൻ മാത്രമല്ല, രഞ്ജിത്ത് ഒരു മലയാളത്തിലെ ഒരു മികച്ച തിരക്കഥാകൃത്താണ്. IV ശശി, അതുപോലെ തന്നെ പല പ്രമുഖ സംവിധായകരുടെയും, സിബി മലയിലടക്കമുള്ള പല മുഖ്യധാര സംവിധായകരുടെയും കഥയും തിരക്കഥയും രഞ്ജിത്തിൻ്റേതായിരുന്നു. അതെ, ദേവാസുരം തൊട്ട് രാവണപ്രഭു, അങ്ങനെ ഒരുപാട് കേസ്, ഒരുപാട് സംഭവങ്ങൾ. അത് കഴിഞ്ഞ് അയാൾ സ്വതന്ത്ര സംവിധായകനായി മാറുകയായിരുന്നു. നോക്കൂ, ഇതിനകത്തുള്ളൊരു പ്രധാന കാര്യം, അദ്ദേഹം ഒരു ചലച്ചിത്ര സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ളതിലുപരി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രദീപ് കുമാറിൻ്റെ കോഴിക്കോട് മണ്ഡലത്തിന് പകരം CPM സ്ഥാനാർത്ഥിയായി ആലോചിച്ചിരുന്നതും പരിഗണിച്ചിരുന്നതും ഈ രഞ്ജിത്തിനെയാണ്. അപ്പം അദ്ദേഹം കഴിവുള്ള ആളാണ്. അദ്ദേഹം താരതമ്യേന മലയാള സിനിമയിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടുള്ള ഒരു സംവിധായകനുമല്ല. അദ്ദേഹം കൃത്യമായിട്ട് ട്രാക്ക് റെക്കോർഡുള്ള സംവിധായകൻ, അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററാണ്. അപ്പം അദ്ദേഹം നമ്മളിപ്പോൾ ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ കേസിന് മുമ്പൊരു കേസുണ്ടായി. അതായത് ഒരു ബംഗാളി നടി, ആ കേസ് തന്നെ പരിശോധിക്കണം. ആ കേസിൽ നമുക്ക് തുടങ്ങാം. ആ കേസിൽ ബംഗാളി നടി പറഞ്ഞത് സിഗരറ്റ് ചോദിച്ചു, തോളിൽ തൊട്ടു അല്ലെങ്കിൽ തോളിൽ തട്ടി അല്ലെങ്കിൽ തലോടി. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്നാണ് FIR വീഴുന്നു. അതിന് സത്യത്തിൽ 354 നിൽക്കുന്ന ഒരു കേസ് പോലുമല്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ CPMൻ്റെ ഒരു നേതാവ് അല്ലെങ്കിൽ CPMൻ്റെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാൾ ഒരു പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഈ മീഡിയ കൊട്ടിഘോഷിക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ചും ഇത്തരം കേസുകൾ മീഡിയ. അപ്പോൾ അതിന് വളരെ ടാർഗറ്റഡ് ആണ് അവർ. അതെ, അപ്പോൾ അത് വലിയ ചർച്ചയാവുകയും, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയിൽ അവരുടെ TRP റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്തിൻ്റെ ലക്ഷ്യം. അവർ അത്തരത്തിൽ മലയാള സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പീഡനക വീരന്മാരുണ്ട് നിരവധി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കപ്പെട്ട നിരവധി, അതായത് വളരെ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, പ്രവൃത്തികൾ, ലൈംഗിക അരാജകത്വം, ലൈംഗിക അതിക്രമം കാണിച്ച വ്യക്തികളെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അവരെ ആരെയും ഇക്കാര്യത്തിൽ പരാമർശിക്കാതെ നേരെ വിമർശനങ്ങൾ മുഴുവൻ കുന്തമുന രഞ്ജിത്തിലേക്ക് പോയി പതിച്ചു. അങ്ങനെ രഞ്ജിത്തിന് FIR വീണു. അത് കഴിഞ്ഞിട്ടാണ് കർണാടകത്തിലെ ഈ കേസ് ഉണ്ടാവുന്നത്. ഒരു യുവാവ്, അയാൾ പറയുന്നത് 2012 അയാളെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹം അൺനാച്ചുറൽ സെക്സ്, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. കർണാടക ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് കൊടുത്ത ഹർജിയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടത് ഈ കേസിൽ 2012 എന്ന് പറയുന്ന ഇദ്ദേഹം ഈ മൊഴി കൊടുത്ത ആൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള താജ് ഹോട്ടലിൽ കൊണ്ടുപോയി ഇത്ര നമ്പർ മുറി എന്നൊക്കെ പറയുന്നത്. ഈ ഹോട്ടലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2016 അപ്പോൾ ഇതിനകത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കേസ് ഒരു വലിയ ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതിന് പിന്നിൽ ഒരു വലിയ ലോബിയുണ്ട്. അത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരുടെ പിന്തുണയുണ്ട്. ഇതിനകത്ത് CPMനെ എതിർക്കുന്ന ഒരു പ്രബലമായ ഒരു വിഭാഗമുണ്ട്. അത് മാധ്യമങ്ങളുടെ ഇടയിലുണ്ട്. നമ്മളിപ്പോൾ CPMനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം അത് വെറും സംവിധായകനോ വെറും എഴുത്തുകാരനോ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രയും ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. ഒന്ന്, അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ, ചെയർമാൻ തസ്തികയിൽ ഇരിക്കുന്ന ആളാണ്. രണ്ട്, അദ്ദേഹത്തെ
കോഴിക്കോട് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് നിയമസഭയിലേക്ക് പരിഗണിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം ഒരു വെറും എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം എണ്ണപ്പെട്ട എഴുത്തുകൾ അതിനെ ചിലപ്പോൾ ചില മാടമ്പി കൾച്ചറെന്നോ അല്ലെങ്കിലൊക്കെ പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾ മാടമ്പി സ്വഭാവമുള്ളതായിരിക്കാം. സത്യസന്ധമായി തന്നെ അദ്ദേഹം അതിനെപ്പറ്റി പോലും അന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അവരും മനുഷ്യരല്ലേ, അവരുടെ ഇടയിലും കഥയില്ലേ. തീർച്ചയായിട്ടും. അപ്പം ഇത് ഇദ്ദേഹത്തെ പെടുത്താൻ വേണ്ടി ചെയ്ത വളരെ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കേസായിരുന്നു. തീർച്ചയായും. പക്ഷേ ആ കേസിൽ ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി ആ കേസിന് ഏകദേശം പരിസമാപ്തിയായി എന്ന് പറയാം. ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞുപോയി. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ ആദ്യത്തെ കേസും ഇപ്പം ഈ കേസ് രണ്ടാമത്തെ കേസ് കള്ളക്കേസാണെന്നും അത് ഇല്ലാത്ത സ്ഥലം, ഇല്ലാത്ത ഹോട്ടല്, ഇല്ലാത്ത കഥയും തിരക്കഥയും ഇതുണ്ടാക്കിയെങ്കിൽ ആദ്യത്തേത് അപ്പം എന്തായിരുന്നു? ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ അന്ന് തന്നെ ഒരു പല ഓൺലൈൻ ചാനലുകളൊക്കെ കുറച്ച് പറഞ്ഞിരുന്നു ഈ പിന്നെ രഞ്ജിത്തിന് കാരണം രഞ്ജിത്ത് എത്രയോ കാലമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പക്ഷേ നമ്മളന്ന് ഏഷ്യാനെറ്റിൽ എന്തുമാത്രം വ്യഗ്രതയായിരുന്നു രഞ്ജിത്തിനെ. എത്ര ദിവസം ന്യൂസ് അവറിൽ ചർച്ച ചെയ്തു. റിപ്പോർട്ടർ ചാനൽ, മാതൃഭൂമി, മനോരമ അടക്കമുള്ള മൊത്തം ചാനലുകളും മുഖ്യധാരാ ചാനലുകൾ. ഞാൻ ചോദിക്കട്ടെ, ഈ രഞ്ജിത്തിന് ഒരു ഭാര്യയില്ലേ? അദ്ദേഹത്തിന് കുടുംബമില്ലേ? അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആരാധകരും അദ്ദേഹത്തിന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇല്ലേ? ഇവരോടൊക്കെ ഇനി എന്താണ് സമാധാനം പറയാൻ പോകുന്നത്? ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്, ഈ ഒരു കേസ് ഈ കളവായി ചമച്ചുണ്ടാക്കിയതാണ് എന്ന് വരുമ്പോൾ ഇത് അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടം, അദ്ദേഹത്തിൻ്റെ ഗുഡ്വില്ലിനുണ്ടായ തകർച്ച ഇത് എത്രമാത്രം വലുതാണ്? ഇത് സാറ് പറഞ്ഞത് ശരിയാണ്. എനിക്കത് കേട്ടിട്ട് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ഇത് വിരൽ ചൂണ്ടുന്നത് ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, ഇത്തരത്തിൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അത് രഞ്ജിത്തിനെതിരെയാണെങ്കിലും മറ്റൊരാൾക്കെതിരെയാണെങ്കിലും അവർ അക്കൗണ്ടബിൾ ആകണം. അത് ശിക്ഷിക്കപ്പെടും. അവർ അക്കൗണ്ടബിൾ ആകണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവർ വീണ്ടും ഇതുപോലുള്ള ടൂളുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അന്വേഷിക്കണം. ആ അന്വേഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ യഥാർത്ഥമായ ലക്ഷ്യം മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഉണ്ട്, ഇതിനകത്തിൽ പിന്നെ ഇൻഡസ്ട്രിയൽ കോൺസ്പിറസി ഉണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുക്കാത്ത നടിമാരും നടന്മാരും അടങ്ങുന്ന ഒരു ലോബി ഉണ്ടാകാം. പിന്നെ ഇതിനകത്തിലെല്ലാം ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, CPM സഹയാത്രികനായി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഹൈപ്പ് കൂടും. അതാണ് ഇതിനകത്തിലെ ഒരു യാഥാർത്ഥ്യം. സാർ, ഇത് വാസ്തവത്തിൽ മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു, ഞാൻ പറയാൻ വന്നത് അതാണ്, ഇതൊരു തരം മാധ്യമ ഭീകരതയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തെറ്റില്ല അല്ലേ? രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഇത് മാധ്യമ ഭീകരത എന്നുള്ള വാക്കൊന്നും അതിനകത്തിൽ ഉപയോഗിച്ചാൽ പോരാ. മാധ്യമ ഭീകരതയിൽ കേട്ടില്ല. ഞാൻ പറയാം, അദ്ദേഹം ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം താമസിച്ച റിസോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും മാർച്ച് നടത്തി. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒഫൻസ് എന്താണ്? ഒരു യുവാവ് പറഞ്ഞിരിക്കുന്നു തന്നെ പ്രകൃതിവിരുദ്ധ ഉപദ്രവത്തിന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, എന്തുവായിക്കോട്ടെ. പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. അദ്ദേഹം വയനാട്ടിൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ബോർഡ് ഇളക്കി മാറ്റി മറ്റു വാഹനത്തിൽ അവിടുന്ന് പോകേണ്ട അവസ്ഥയുണ്ടായി. ഇത് നമ്മുടെ പല കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കോൺസ്പിറസി നടക്കുന്ന, എന്ത് നീചമായ കൃത്യം ചെയ്യാനും ചെയ്യിക്കാനും ആളുകളെ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. തീർച്ചയായിട്ടും. നമുക്ക് രഞ്ജിത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. രഞ്ജിത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച എത്രയോ നായിക നടിമാരെ രഞ്ജിത്ത് കൊണ്ടുവന്നു, എത്രയോ സഹനായികമാരെ കൊണ്ടുവന്നു, എത്രയോ പ്രമുഖ നടികൾ, പുതുമുഖങ്ങളായിക്കോട്ടെ, അവരൊക്കെ ഉണ്ടായി. അവരാരും പരാതി രഞ്ജിത്തിനെതിരെ മുൻപ് ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒരു ആദ്യത്തെ സംഭവമാണ്. പിന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനകത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ജഡ്ജി ഈ കേസിൽ ഇത്തരത്തിലുള്ളൊരു ഒബ്സർവേഷനിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഈ കേസിനകത്തിൽ സത്യസന്ധമായി പക്ഷേ
ഇത്തരത്തിലുള്ളൊരു കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു ഫോൾസ് ഫ്രെയിമിങ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് പ്രധാനപ്പെട്ട ചോദിക്കാനുള്ള പ്രശ്നം ഇതൊന്നുമല്ല. നമ്മൾ അന്ന് ഈ TRP റേറ്റ് കൂട്ടാൻ വേണ്ടി ചർച്ച ചെയ്ത ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടല്ലോ, ദൃശ്യമാധ്യമങ്ങളുണ്ടല്ലോ, റിപ്പോർട്ടറിൻ്റെ ഇത്, പിന്നെ ഏഷ്യാനെറ്റ്, പിന്നെ ഒരുപാട് ചാനലുകളുണ്ട്. ഈ ചാനലുകൾക്കെല്ലാം ഓരോ തമാശ പേരുകളും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചാനൽ ഇപ്പം ഇത് 2 ദിവസമായി ഈ വാർത്ത പുറത്തു വന്നിട്ട് പ്രശാന്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇതൊരു കോൺസ്പിറസി ഇതിനകത്ത് ഉണ്ട് എന്നും ഇതൊരു കള്ളക്കേസാണെന്നും ഈ ഹോട്ടൽ പോലും ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നൊരു ഹോട്ടൽ പോലും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല. ഇത് 12 വർഷക്കാലം ഈ FIR പിന്നെ പരാതിപ്പെടാതെ 12 വർഷത്തിന് ശേഷം പുതിയതായി പരാതിയുമായി വരുന്ന ആളിൻ്റെ താല്പര്യം എന്താണ് എന്നും ഒക്കെ ഹൈക്കോടതി ചോദിച്ചിട്ടും ഒറ്റ മാധ്യമങ്ങളെങ്കിലും ഇത് അന്തിച്ചർച്ചയാക്കിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മാധ്യമം അവരെത്രയോ കോടിക്കണക്കിന് രൂപ ഈ TRP റേറ്റിംഗ് ഉണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു മാധ്യമം വൈകിട്ട് അന്തിച്ചർച്ചയിൽ ഇത് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടാക്കിയില്ല? അവർക്ക് എപ്പോഴും വേണ്ടത് ഈ വിവാദങ്ങളാണ് വേണ്ടത്. അവർക്ക് വേണ്ടത് കേരളത്തിലെ സാമൂഹ്യമായ നന്മയല്ല, കേരളത്തിൻ്റെ സമഗ്രമായ വികസനമല്ല, ഇതൊന്നുമല്ല. അവർ ഈ മത്സരമാണ്. ഒരു പരിധിവരെ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി ആണ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് വരുന്നത്. അപ്പം ഇത് ഇനിയെങ്കിലും കുറച്ചെങ്കിലും കേരള സമൂഹത്തോട് കുറച്ചെങ്കിലും അന്തസ്സും ആഭിജാത്യവും ഈ ചാനലുകൾക്കുണ്ടെങ്കിൽ, പാരമ്പര്യം അവകാശപ്പെടുന്ന ചാനലുകളുണ്ടല്ലോ, ഇതിനകത്ത് 1-2 ചാനലുകൾ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന, കാരണം തങ്ങളുടെ പത്രസ്ഥാപനത്തിൽ കൂടി ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടുന്ന ചാനലുകൾ, ആ ചാനലുകളെങ്കിലും, മറ്റ് ചാനലുകൾ പോട്ടെ, അതൊക്കെ അതിൻ്റെ മുതലാളിമാരൊക്കെ ഇവിടുന്ന് പുറത്തുള്ളവരും അല്ലെങ്കിൽ മറ്റു മേഖല ചിട്ടി ബിസിനസ്സുള്ളവരോ അല്ലെങ്കിൽ മരമുറി ബിസിനസ്സുള്ളവരോ മരക്കച്ചവടക്കാരോ ഒക്കെയാണെന്ന് പറയാം. പക്ഷേ 2 ചാനലുണ്ടല്ലോ, മനോരമയും മാതൃഭൂമിയും. ഈ ചാനലെങ്കിലും എന്ത് ചർച്ച ചെയ്യണം? ഈ രഞ്ജിത്തിൻ്റെ ഈ കേസിൽ കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഈ കേസിനകത്തിൽ ഇത്രയും വസ്തുതകൾ കളവായി കെട്ടിച്ചമച്ചൊരു കേസിനെ പറ്റിയും ചർച്ച ചെയ്യാനുള്ള മര്യാദയെങ്കിലും ഈ ചാനലുകൾ കാണിക്കണം. തീർച്ചയായിട്ടും ഒരു നിരപരാധിയെ പ്രതിയാണെന്ന് പറഞ്ഞു വേട്ടയാടിയ മാധ്യമങ്ങൾക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ അപരാധം ആരോപിച്ച് വേട്ടയാടുകയായിരുന്നു. അദ്ദേഹം അപരാധിയായിരുന്നില്ല, നിരപരാധിയാണ്. ആ നിരപരാധിത്വം നിരപരാധിയാണെന്നുള്ളതിന് കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അതെ. തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞ ഹോട്ടൽ പോലും ഇല്ല. അപ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? ഒരു ഗൂഢാലോചന അതിൻ്റെ പുറകെ നടന്നു. പക്ഷേ ഞാൻ ഇതിനകത്ത് ഈ ടൂളിനെ അല്ല പറയുന്നത്, ഇതിനകത്തിലെ പൊളിറ്റിക്കൽ കോൺസ്പിറസി അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ചാനലുകളെയാണ് പറയുന്നത്. ഈ ചാനലുകളെങ്കിലും അവർക്ക് കുറച്ചെങ്കിലും അവർക്കൊരു ധാർമ്മികതയുണ്ടെങ്കിൽ അവർ ഈ വിഷയം ഇട്ട് അലക്കിയ അവർ തന്നെ ഇതിനെപ്പറ്റി ഒരു ബൈറ്റെങ്കിലും കൊടുക്കാനുള്ള മര്യാദ. ഒരു അരമണിക്കൂർ ചർച്ചയെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരും അവർക്ക് ഒരുപാട് സിനിമ പക്ഷേ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബലം പിടിക്കുന്നവർ തീർച്ചയായിട്ടും അവർക്കൊരു ധാർമ്മികതയുണ്ട്. പ്രശാന്ത്, ഈ തൂണെല്ലാം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൂണെല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തൂണുകൾ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കാലത്തിലേക്കാണ് പോകുന്നത്. അതിൽ നമ്മൾ പലപ്പോഴും ചാനലുകളെ ഇത്തരത്തിലുള്ള ചാനലുകളെ CPM നേതാക്കന്മാർ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് അവരുടെ പക്ഷത്തേക്ക് ചേരേണ്ടി വരും. കാരണം അവർ പറയുന്നതിൽ ചില ശരികളുണ്ട്, അവർ ഉയർത്തിക്കാട്ടുന്നതിൽ ചില സത്യമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അവർ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ജനങ്ങളുടെ മുന്നിൽ അത് ചർച്ച ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ കൈയൊഴിയുകയല്ല വേണ്ടത്. റേറ്റിംഗ് ഉണ്ടാക്കാൻ നമുക്ക് എന്തും വിവാദമാക്കാം. നിരവധി അവാർഡുകൾ കിട്ടിയ ഒരു സംവിധായകനാണ്. നിരവധി അവാർഡുകൾ. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എന്ന് പറഞ്ഞാൽ മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള ഫിലിം ഇൻഡസ്ട്രി ഉള്ളിടത്തോളം കാലം, എല്ലാ കാലത്തും അത് രാജ്യവ്യത്യാസമില്ലാതെ എന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന എത്രയോ സിനിമകൾ, മഹത്തരമായ സിനിമകൾ സംവിധാനം ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ഈ കൊടുംചതി ഒരിക്കലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കരുതായിരുന്നു. ആ പ്രതിഭാശാലിയുടെ നിരപരാധിത്വത്തിന് മുന്നിൽ നമ്മൾ മാപ്പപേക്ഷിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അതിന് മനസ്സ് കാണിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. അവരത് ചെയ്താൽ അവരുടെ മഹത്വം ആശംസിക്കണ്ട, നമുക്ക് ആഗ്രഹിക്കാം. അല്ല, നമ്മുടെ ഒരു അഭ്യർത്ഥന കൂടിയാണ്.
നിങ്ങളിത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെയും മഹത്വം കൂടുകയുള്ളൂ. കാരണം അവർ നിരപരാധിയാണ്. അവർക്കൊരിക്കലും മഹത്വം കൂടില്ല. കാരണം അവർക്ക് വേണ്ടത് TRP മാത്രം. TRP ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഇതൊരു പുനർവിചിന്തനത്തിനുള്ള അവസരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് മാധ്യമങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ, തിരിഞ്ഞു നോക്കട്ടെ അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.